السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا زدنا علما. സൂറത്തുൽ ബഖറയിലെ ആയത്ത് 12 വരെ നമ്മൾ ക്ലാസ്സുകൾ കേട്ടു അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് മനസ്സിലാക്കാനും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ നന്മയായി എഴുതപ്പെടുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 13-ാമത്തെ ആയത്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കണമോ എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരത് അറിയുന്നില്ല. വഇദാ ഖീല ലഹും, വഇദാ ഖീല അവരോട് പറയപ്പെട്ടാൽ, ഖാഫ് വാവ് ലാം റൂട്ട് വേർഡ്സ്, ലഹും അവരോട്, ആമിനു നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന്, അലിഫ് മീമ് നൂന്. ആമനു എന്ന് പറയുമ്പോൾ മീമിന് ഫതഹ് വരുമ്പോൾ അവർ വിശ്വസിച്ചു എന്നായിരിക്കും. എന്നാൽ ഇവിടെ മീമിന് കെസ്റാണ് വരുന്നത് അല്ലെ. ആമീനു, ആമിനു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക എന്നായി മാറും. ഖുർആനില് ഹർക്കത്തുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫതഹ് വന്നപ്പോൾ അവർ ചെയ്തതായി വന്ന ഒരു കാര്യം കെസ്ർ വന്നപ്പോൾ നിങ്ങൾ ചെയ്തതായി. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ ഹർക്കത്തും തെറ്റാതെ കൃത്യമായി വൃത്തിയായി ശ്രദ്ധയോടെ പാരായണം ചെയ്യാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ചെയ്ത ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്ര വ്യത്യാസം ഉണ്ടല്ലേ. അതുപോലെ നമ്മൾ ഹർക്കത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്. കമാ ആമന, കമാ എന്ന് പറഞ്ഞ പോലെ, ആമന അവൻ വിശ്വസിച്ചതുപോലെ, അന്നാസ് ജനങ്ങൾ, നൂൻ വാവ് സീൻ. ഖാലു വീണ്ടും ഖാല വന്നിരിക്കുന്നു, ഖാഫ് വാവ് ലാം, അവർ പറയുന്നു. അവസാനം ഖാലു ഖാല എന്നുള്ളതിന് അവസാനം വാവ് വന്നതുകൊണ്ടാണ് അവരായത്. അല്ലെങ്കിൽ അത് അവനായി മാറും. ഖാലു അവർ പറയുന്നു, അനുമിനു ഞങ്ങൾ വിശ്വസിക്കണോ എന്നാണ് അവർ ചോദിച്ചത്. അനുമിനു ഞങ്ങൾ വിശ്വസിക്കണോ. അലിഫ് അവിടെ മുന്നിൽ ഹംസ വന്നില്ലേ, അതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ്, ഒരു ആൻസർ യെസ് ഓർ നോ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യന്റെ മാർക്കാണ്. അനുമിനു ഞങ്ങൾ വിശ്വസിക്കണം. നൂന് വന്നത് കൊണ്ടാണ് അത് ഞങ്ങളായത്. അല്ലെങ്കിലോ ഓരോ കാര്യത്തിനും നൂന്, അറബി ഭാഷ വളരെ ലളിതാണല്ലേ, അതിൽ ഓരോ അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ച് അർത്ഥങ്ങൾ വളരെയധികം മാറിപ്പോകും. കമാ ആമന
അവർ വിശ്വസിച്ചതുപോലെ, കമാ ആമന അവൻ വിശ്വസിച്ചതുപോലെ, അസുഫഹാവ് ആരെ വിശ്വസിച്ചതുപോലെ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ, അല അറിയുക, ഇന്നഹും നിശ്ചയമായും അവർ, ഹും അവർ തന്നെയാണ്, അസുഫഹാ വിഡ്ഢികൾ, വലാക്കിൻ പക്ഷെ ലാ യഅലമൂൻ അവരതറിയുന്നേയില്ല. അതിന് ലാമും മീമ്. യാ ആദ്യം വന്നതുകൊണ്ടാണ്, യാ ആദ്യം വന്നിട്ട് വാവുനൂൻ ലാസ്റ്റ് വന്നതുകൊണ്ടാണ് അവരായത്. അല്ലെങ്കിൽ യാലമു മാത്രാണെങ്കിൽ അവനായി മാറും. ഇതിനുള്ള മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പഠിച്ചു, കാഫിരീങ്ങളെ കുറിച്ച് പഠിച്ചു, മുനാഫിക്കുകളെ കുറിച്ചും പറഞ്ഞു തരികയാണ് അല്ലാഹുവേ. ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയും, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനൻ നാസ് എന്ന് പറയുമ്പോൾ അവിടെ നാസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബിമാരുടെ കാര്യമാണ്. സ്വഹാബിമാരെങ്ങനെ വിശ്വസിച്ചോ അതുപോലെ നിങ്ങളും വിശ്വസിക്കുകയും എന്ന് മുനാഫിക്കുകളോട് പറയുകയാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സമയത്ത് മുസ്ലിമായാലുള്ള ബെനഫിറ്റ്സ് ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിമായ കുറെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അവർ പുറമേക്ക് മുസ്ലിം ആയിരിക്കും, ഉള്ളിൽ അവർക്ക് മുനാഫിക്കായിരിക്കും. അവർ ചില കാര്യങ്ങൾ ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യൂല. മറ്റുള്ളവരുടെ മുന്നിൽ അവർ മുസ്ലിം ആയിരിക്കും, അവരുടെ അകത്ത് അവര് തമ്മിൽ കൂടുമ്പോൾ അവർക്ക് പിന്നെ അതിലെല്ലാം നിഫാക്കായിരിക്കും, അതിലൊക്കെ വിശ്വാസം ഉണ്ടാവില്ല. അവർ ഇവരെ വിഡ്ഢികളായിട്ടാണ് ആ സമയത്ത് അവർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കണ പോലെ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ അപ്പോ അവിടുത്തെ യഥാർത്ഥ വിശ്വാസികളെ അവർ കരുതിയത് വിഡ്ഢികളായിട്ടാണ്. ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലേ. ആ ഈമാനിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അല്ലാഹു തആല പറഞ്ഞത് അനുസരിക്കുകയും വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈമാൻ ഉറച്ചു നിൽക്കുകയുള്ളൂ. അത് സത്യപ്പെടുത്തുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യത്തെ ആയത്തുകളിൽ പഠിച്ചു. മുഅ്മിനീങ്ങളെ പോലെ നിങ്ങൾ വിശ്വസിക്കുകയും എന്ന് പറയുകയാണ് അല്ലാഹു തആല. ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കണമോ എന്ന് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളെ കണ്ടിരുന്നത് വിഡ്ഢികളായിട്ടാണ്. ഒരു വ്യക്തി അവന്റെ ഇൽമിൽ നിന്ന് കിട്ടുന്ന തിരിച്ചറിവും സ്ട്രോങ് അല്ലാതിരിക്കുമ്പോൾ അവൻ സഫീഹാണ്, അഥവാ വിഡ്ഢിയാണ്. അവരെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ്, അവരെ പെട്ടെന്ന് സ്വാധീനിക്കാനും പറ്റും. മുനാഫിക്കുകൾ എന്തുകൊണ്ടായിരിക്കും വിശ്വസിച്ചവരെ വിഡ്ഢികൾ എന്ന് പറയുന്നത്? ഒരിക്കലും സത്യവിശ്വാസികൾക്ക് ആ പേര് ചേരൂലല്ലേ. നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മൾ ദീനി ചിട്ട അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാല് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഫൂളിഷ് ആകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഒരു മുസ്ലിം ആണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹം ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവിനെ അനുസരിക്കാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മുടെ മനസ്സിന്റെ ഇച്ഛ വരെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ദീന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിഡ്ഢിയായി മാറുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് വളരെ നാച്ചുറലാണ്. ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ ലോണ്, പലിശ, നമ്മുടെ വസ്ത്രധാരണം, സദഖ, സകാത്ത്, നമ്മുടെ ആരാധനാ രീതികൾ, അങ്ങനെ ഓരോന്നും വ്യത്യസ്ത തരത്തിൽ ദീനിനു വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്ഢികളായിട്ട് മാറും. ഒരു പലിശ എടുക്കാതെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഒരു വീടിന്റെ പണിയാണെങ്കിലോ എന്ത് കാര്യത്തിലാണെങ്കിലും കടത്തിന്റെ ബാധ്യതകളാണെങ്കിലോ പലിശ എടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു വിഡ്ഢിത്തമായി തോന്നാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മുനാഫിക്കുകൾക്ക് ഇവർ വിഡ്ഢികളായിട്ട് തോന്നുകയാണ് ഉണ്ടാകുന്നത്. ദുനിയാവിലെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി അല്ലാഹു തആലയുടെ കൽപ്പനകൾ നിസ്സാരവൽക്കരിക്കുകയും അന്ത്യദിനത്തിലെ വളരെ വലിയ ലാഭത്തെ മറക്കുകയും ചെയ്യുന്നവരാണ് വിഡ്ഢികൾ. അല്ലാഹു തആല ഉറപ്പു നൽകിയ ആ സന്തോഷത്തെ അവർ കളയുകയാണ്. അതാണ് അലാ ഇന്നഹും ഹുമുസ് സുഫഹാ. അല്ലാഹു തആല പറയാണ്, അത് തന്നെയാണ്, അവർ തന്നെയാണ് യഥാർത്ഥ വിഡ്ഢികൾ എന്ന്.
അല്ലാഹു തആല 3 പ്രാവശ്യമായി ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നുണ്ട്. അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അവർ തന്നെയാണ്, ഉറപ്പിച്ചും നിശ്ചയമായും അവർ തന്നെയാണ് മുനാഫിക്കുകൾ, അവർ തന്നെയാണ് വിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അവർ അറിയുന്നില്ല. അവർ വിഡ്ഢികളാണെന്ന് അവർ അറിയുന്ന പോലുമില്ല. അത്രക്കും അജ്ഞരാണ് അവർ. നമ്മൾ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും ആ ആയത്തിൽ അല്ലാഹു തആല എന്താണ് എന്നോട് പറയുന്നത് എന്ന് ചിന്തിക്കണം. എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നമ്മൾ അറിയുകയും അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുകയും വേണം. ഈ ആയത്തിൽ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള ലെസൺസ് എന്താണെന്ന് നോക്കാം. ഈ ആയത്തിന്റെ തുടക്കത്തിൽ നല്ല ഒരു കാര്യത്തിലേക്ക്, ഒരു നന്മയിലേക്ക് അല്ലാഹു അവരെ വിളിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്ക് എന്ന് പറയുമ്പോൾ വിശ്വസിച്ചവരെ വിഡ്ഢികളാക്കുകയാണ് അവർ ചെയ്തത്. ഒരു നന്മയിലേക്ക് നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചാൽ, ഒരു ഖുർആനിന്റെ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പള്ളിയിൽ പോകുന്ന കാര്യത്തിലോ എന്തെങ്കിലും തൗഹീദിന്റെ കാര്യത്തിലോ നമ്മളവിടെ എന്തെങ്കിലും ഒരു നന്മയിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ നമ്മളത് സ്വീകരിക്കാറുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ജസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യാറുണ്ടോ? ഒരു മുനാഫിക്കിന് ഒരിക്കലും നന്മയിലേക്കുള്ള ക്ഷണം ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അതൊരു വിഡ്ഢിത്തമാണ് എന്നാണ് അവർ കരുതുന്നത്. ഈവൻ സത്യവിശ്വാസികളുടെ ഡ്രസ്സിംഗ് ആണെങ്കിലും പലിശ എടുക്കില്ല എന്ന് കരുതി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതാണെങ്കിലും നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും എല്ലാം അവർക്ക് വിഡ്ഢിത്തമാണ്. ഒരു സത്യവിശ്വാസി നന്മയിലേക്ക് വിളിച്ചാൽ അത് സ്വീകരിക്കുന്നവനായിരിക്കും. തിന്മയിലേക്ക് ക്ഷണിച്ചാൽ അതിൽ നിന്നും മാറി നിൽക്കുന്നവനുമായിരിക്കും. എല്ലാം സ്വീകരിക്കേണ്ടതില്ല, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ ചെയ്യാം, താല്പര്യമില്ലാത്തത് ഒഴിവാക്കാം എന്നാണോ നമ്മളുടെ ഓരോരുത്തരെയും ചിന്ത വരുന്നത്? നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നവരോട് ദേഷ്യം വരാറുണ്ടോ? ഞാനൊരു മുനാഫിക്കാണോ മുഅ്മിനാണോ? അള്ളാഹുവിന്റെ നിയമങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് ഒരുപാട് ജസ്റ്റിഫിക്കേഷൻസ് ഞാൻ കണ്ടെത്തുന്നുണ്ടോ? നിസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ നമുക്ക് ഭാരമായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും നിഫാക്കിന്റെ അംശമുണ്ട്. ആ നിഫാക്ക് നമ്മുടെ ഉള്ളിലും ഉണ്ട്. അത് എൻ്റെ മനസ്സിൽ നിന്നും പറിച്ചു കളയണമെന്നൊരു തീരുമാനമെടുക്കണം. അതിന് കഠിന പരിശ്രമം നടത്തുകയും വേണം. ഒരു മുനാഫിക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഉയർത്തി കാണുകയില്ല. അവരെപ്പോഴും നമ്മുടെ സ്വന്തത്തെ തന്നെ ഉയർത്തി കാണുന്നു. ഞാൻ എന്നൊരു വിചാരമായിരിക്കും അവർക്ക്. ഞാൻ ഏറ്റവും നല്ലവനാണെന്നും മറ്റൊരാൾക്കും എൻ്റെ അത്ര ബുദ്ധിയില്ല എന്നും അവൻ കരുതുന്നു. ഞാനൊരു സംഭവമാണെന്നും മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ ഒരു പടി താഴെ അല്ലെങ്കിൽ അവരെക്കാൾ ഞാനൊരു പടി മുകളിലാണെന്നുള്ളൊരു വിശ്വാസം. നിഫാക്ക് എന്ന രോഗത്തിന്റെ ഒരു ലക്ഷണമാണതും. ആ രോഗം നമ്മളിൽ നിന്നും പറിച്ചെറിയാൻ അല്ലാഹുവിന്റെ സഹായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റുള്ളവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെക്കാൾ ഒരു പടി മുകളിലാണെന്നുള്ള രീതിയിൽ ആളുകളോട് ഇടപഴകാൻ നമുക്ക് കഴിയണം. നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായിരിക്കില്ല അവരുടെ ഉയർച്ച. മറ്റു കാര്യങ്ങളിൽ അവർ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലായിരിക്കും, അല്ലെങ്കിൽ മുകളിലാകാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും, അവർ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. നമ്മളത് മനസ്സിലാക്കാതെ അവരുടെ തഖ്വ എന്താണല്ലേ? എൻ്റെ തഖ്വ പോലെയല്ല അവരുടെ തഖ്വ. അവർക്കൊന്നുമില്ല, ഞാനാണ് ഏറ്റവും വലിയ തഖ്വയുള്ളവൾ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? അത് വരാതെ നമ്മളെക്കാൾ ഒരു പടി മുകളിൽ ഓരോരുത്തരും, നമ്മളെ ചുറ്റുമുള്ള നമ്മൾ കാണുന്ന ഓരോരുത്തരും നമ്മളെക്കാൾ ഒരു പടി മുകളിലാണെന്നുള്ള രീതിയിൽ ആളുകളോട് ഇടപഴകാൻ നമുക്ക് കഴിയണം. സത്യവിശ്വാസി എപ്പോഴും എളിമയുള്ളവനായിരിക്കും. ഒരു മുനാഫിക്ക് എപ്പോഴും അഹങ്കാരിയുമായിരിക്കും. കപടവിശ്വാസികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണല്ലേ അഹങ്കാരം. തഖ്വ എന്നത് ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അവരുടെ ഉള്ളിൽ എത്ര തഖ്വ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല.
അള്ളാഹു നമ്മളെയെല്ലാം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റുള്ളവരെ കുറിച്ച് താഴ്ന്നു ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അഹങ്കാരവും ഉണ്ടാകും. അതൊരിക്കലും ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടുള്ളതല്ല. സത്യവിശ്വാസികളെ സുഫഹ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമേ അല്ല. ഇത് എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും മുനാഫിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആരെങ്കിലും വിഡ്ഢികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ വിഷമിക്കേണ്ടതേ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ആശ്വസിപ്പിക്കലുമാണ് ഈ ആയത്ത് അല്ലേ. അവർ വിഡ്ഢികൾ എന്ന് പറയുന്നുണ്ട് എന്നൊരു അറിയിപ്പ്. അവർ തന്നെയാണ് വിഡ്ഢികൾ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉത്തരമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അല്ലാഹു തആല. കപടവിശ്വാസികൾ ദുനിയാവിലെ ബെനിഫിറ്റിന് പിന്നാലെ പോകുന്നവരാണല്ലേ. അവർ ശരിക്കും അജ്ഞരാണ്. അവർ വിഡ്ഢികളാണെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. അറിഞ്ഞാലല്ലേ അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. രോഗമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ അറിവ് എത്തിച്ചു തന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതൊക്കെ രീതിയിലുള്ള നിഫാക്കിൽപ്പെട്ട ഏതൊക്കെ രോഗമാണ് നമുക്കുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് നിഫാക്കിൽപ്പെട്ടതാണോ, ഞാനൊരു മുത്തഖിയാണോ, മുഅ്മിനാണോ, നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക. ദീനിനെ മനസ്സിലാക്കലും ചീത്ത സ്വഭാവവും ഒരാളിൽ ഉണ്ടാവുകയില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബാഡ് മാനേഴ്സും ദീനിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവും ഒരാൾക്കുണ്ടാവുകയില്ല. യഥാർത്ഥ അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ നിഫാഖ് എന്ന രോഗത്തെ വേരോടെ എടുത്ത് പുറത്തു കളയുക തന്നെ വേണം. ഹൃദയത്തെ ശുദ്ധിയാക്കി ഹിദായത്തിന് വേണ്ടി ഓപ്പണാക്കി നബിമാരും സ്വഹാബിമാരും വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനും അവർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനും വേണ്ടി നിയ്യത്ത് വെച്ച് അതിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടതെല്ലാം അല്ലാഹു തആല നമുക്ക് ഒരുക്കി തരുന്നു. ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. കമാ ആമനന്നാസ്. സൂറത്തുൽ ബഖറ 130-ാം ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ ആരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക എന്ന്. നമ്മുടെ ദീനിനെ നമ്മൾ പിറകിലോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ദീനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇതെന്ത് ദീനാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഭാരമായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലും ഈ നൈഫാക്കിന്റെ ഒരു ലക്ഷണം വന്നെത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, ഇബ്രാഹിം നബിയുടെ മാർഗം എല്ലാം നമ്മൾ ചാണിന് ചാണായി പിന്തുടരുക തന്നെ വേണം. അതുപോലെ വിശ്വസിക്കൂ എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് സ്വയം കരുതുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിന്തുടരാൻ നമ്മൾ വല്ല വിമുഖതയും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു മുനാഫിക്കിന്റെ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തും ഇബ്രാഹിം നബിയുടെ മില്ലത്തും സ്വീകരിച്ച് അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് അവർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മളും യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതുപോലെയുള്ളവർ തന്നെയാണ് ബുദ്ധിമാന്മാർ. നമ്മൾ അവിടെ എത്താൻ വേണ്ടി തീരുമാനമെടുക്കുക, നിയ്യത്ത് വെക്കുക, അവരുടെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, തേടിക്കൊണ്ടേയിരിക്കുക. നിസ്സാരമായ ദുനിയാവിന് വേണ്ടി ഓടാതെ പരലോകത്ത് എന്നെന്നും നിലനിൽക്കുന്ന ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബുദ്ധിമാന്മാരിൽ അല്ലാഹു തആല നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ രീതിയിലും അല്ലാഹു തആല നമ്മളിലേക്ക് ദീനിനെ എത്തിക്കും, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ. എല്ലാത്തിൻ്റെയും തുടക്കം നമ്മുടെ ഹൃദയമാണ്, ആഗ്രഹമാണ്, പരിശ്രമമാണ്, ദുആ. എല്ലാം ആത്മാർത്ഥമായി ചെയ്യണം. എല്ലാം ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അല്ലാഹു എളുപ്പമാക്കും ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഹൃദയത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള നിഫാക്ക് നമ്മളിലുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു താല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി, മുഅ്മിനായി, മുസ്ലിമായി, മുത്തക്കിയായി ജീവിക്കാനും മരിക്കാനും പരമകാരുണികനായ റബ്ബിന്റെ കാരുണ്യവും തൗഫീഖും ഉണ്ടാകുമാറാകട്ടെ. ദീനിനെ കുറിച്ച് ശരിയായ ഷുഊർ നമുക്ക് എല്ലാവർക്കും പെരുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم إني أعوذ بك من قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أسألك الهدى والتقى والعفاف والغنى. ربنا اغفر لنا وللمؤمنين وللمؤمنات المسلمين والمسلمات المؤمنين والمؤمنات والأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحان ربك رب العزة عما يصفون. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله. وعليكم السلام ورحمة الله وبركاته. ജസാക്കല്ലാഹു ഖൈർ. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് സുബൈദ, പക്ഷെ നല്ലോണം കുറച്ചായിപ്പോയി, കേട്ടിട്ട് മതിയാവുന്നില്ല. നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭയങ്കര കുറച്ചായിപ്പോയി. കുറച്ചും കൂടി ഒരു 10 മിനിറ്റും കൂടി പറയണായിരുന്നു. എനിക്ക് ക്ലാസ് കിട്ടിയിട്ടേ ഇല്ല. അതെയോ? ഞാൻ നേരത്തെ ഓൺ ആക്കിയിട്ട്, പക്ഷെ എന്താന്നറിയില്ല, കിട്ടുന്നുണ്ടായില്ല. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ഓപ്പൺ ആവുന്നുണ്ട്. അതും തെറ്റി. ലാസ്റ്റ് കിട്ടിയത് അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞു. എന്താ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് കിട്ടുമായിരുന്നു. എല്ലാവർക്കും കിട്ടുന്നില്ല. അതെ അതെ, നമ്മളെ ടീച്ചർ ക്ലാസ് തിരിച്ചു പറയാനല്ലേ, അപ്പൊ 52 മിനിറ്റുള്ള ക്ലാസ് 1.5 മണിക്കൂർ വെക്കുന്നു. അല്ല, ഒരു 40 മിനിറ്റ്സ് എങ്കിലും. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 40 മിനിറ്റ് പറയണം ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.